Hello guys, good morning. Eid Mubarak to everybody who is celebrating. ആൻഡ് പഞ്ചാബിൽ ഇന്നാണ് ഇത്, അതായത് 21st ഇത്, കേരളത്തിൽ 20th അപ്പോൾ ഐ വാസ് തിങ്കിങ് ഇത് ഇൻ ഇന്ത്യ സെയിം എല്ലാവർക്കും ഒരേ ഡേറ്റ് ആണ് വിചാരിച്ചത്, ബട്ട് ആക്ച്വലി ഇറ്റ്സ് നോട്ട്. ആൻഡ് അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു, ബിക്കോസ് yesterday I have a semester exam. If it is falling on yesterday, I don't know if my university is changed the date or postpone the exam. So anyways, this is my first Eid without my family, because entire life I just celebrate Eid with my family, but this time I celebrating Eid alone in Punjab with my own rented apartment. So I was thinking, okay, let's take video, because in future also I can see this how I celebrate Eid alone. So എനിക്ക് പിന്നെ ഒരു ഫാമിലിക്കും കാണിച്ചു കൊടുക്കാമല്ലോ. ഫോണിലൂടെ പറയുകയാണ് ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു എന്നതിനേക്കാളും ഐ തിങ്ക് ബെറ്റർ ഐ ക്യാൻ ഷോ. ഐ ജസ്റ്റ് ടേക്ക് എ വീഡിയോ and I put it on YouTube, so they can also see this. So welcome to my Eid vlog. ഇന്നലെ പോയപ്പോൾ റൂം ഫ്രഷ്നർ വാങ്ങി ഒരെണ്ണം ഞാനിപ്പോൾ ഇപ്പം എല്ലാം സെയിം ലാവണ്ടർ എടുക്കാമെന്ന് ചോദിച്ചു. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഡിഫറെൻ്റ് ആയിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം വിചാരിച്ചു സെയിം തന്നെ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഫുൾ നല്ല ക്ലീൻ ഭയങ്കര ടൈഡി ആയിട്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ ദാറ്റ്സ് റീസൺ ഞാൻ ഭയങ്കര അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു, ബിക്കോസ് ദിസ് ഈസ് മൈ ഫസ്റ്റ് റമദാൻ ഈദ് വിത്തൗട്ട് മൈ ഫാമിലി. സോ കുറച്ച് സ്പെഷ്യൽ എന്തെങ്കിലും ആവണ്ടേ, അതുകൊണ്ട്. ഹായ് ഗായ്സ്, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റും ബ്രെഡുമാണ്. ഓൾറെഡി ബ്രെഡ് ഐ തിങ്ക് ബ്രെഡ് ഇന്ന് എക്സ്പയർ ആവും. പിന്നെ കുറച്ചൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് മുട്ട റോസ്റ്റും ബ്രെഡുമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ലഞ്ചിന് ഐ എം പ്ലാനിങ് ടു മേക്ക് ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി. ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക് കറി ടൈപ്പ് തിങ്സ്. എനിക്ക് കുറച്ചും കൂടി അധികം ചാറുള്ള ഫുഡൊന്നും ഇഷ്ടമല്ല. I really like gravy. So I think not make that much of curry, but I think chicken gravy. ഇപ്പം മുട്ട ഓൾറെഡി കെട്ടിൻ്റെ ചൂടാവുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അതിന് വേണ്ടിയുള്ള പച്ചക്കറികളായിരിക്കും. സോ നമ്മുടെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി ഫുഡ് കഴിക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. മുട്ട റോസ്റ്റും ബ്രെഡുമാണ്, പിന്നെ കട്ടൻ ചായ ഉണ്ട്. നമുക്കിനി പെട്ടെന്നൊരു ട്രാൻസിഷൻ കണ്ടാലോ. ടാ. പിന്നെ ഞാൻ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചു. സോ ഞാനിപ്പോൾ ഇന്നത്തേക്ക് വേണ്ടിയുള്ള പച്ചക്കറീസ് അരിയാൻ പോവാണ്. ആക്ച്വലി ഇന്ന് ഇത്രയും ക്യാരറ്റ് എടുത്താന്ന് വെച്ചാൽ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാനും പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ ഓൾറെഡി ഞാൻ ചിക്കൻ ഇന്നലെ രാത്രി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബേസിക് മസാലേഴ്സ് ആയിട്ടുള്ള എല്ലാം ഇട്ട് ഇന്നലെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. ദെൻ ഇപ്പോൾ ആവശ്യത്തിന് വേണ്ടി പിന്നെ ഓൾറെഡി ഞാൻ രണ്ട് സവാള എടുത്തത് ഗീ റൈസിന് വേണ്ടിയും പിന്നെ പെപ്പർ ചിക്കന് വേണ്ടിയാണ്. ഇതാണ് എൻ്റെ ഗീ റൈസ്. പിന്നെ പെപ്പർ ചിക്കൻ ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞത് സാധാ ചിക്കനായിരുന്നു, പക്ഷേ ഇത് പെപ്പർ ചിക്കനാണ്. എനിക്ക് അധികം ചാറ് ടൈപ്പ് ഇഷ്ടമല്ല, എനിക്ക് കുറച്ചും കൂടി ഗ്രേവി ആയിട്ടാണ് ഇഷ്ടം. പിന്നെ കുറച്ചും കൂടി ഞാൻ കച്ചമ്പർ എൻ്റെ കൂടെ ആഡ് ചെയ്തു. എനിക്കറിയില്ല എല്ലാ നാട്ടിൽ കച്ചമ്പർ പറയുന്നത്. പിന്നെ അത് ഞാൻ കുളിച്ച് ഫുഡ് കഴിക്കുകയാണ്. ഞാൻ പൊതുവേ ഫുഡ് കഴിക്കാൻ നേരത്ത് ഏതെങ്കിലും മലയാളം മൂവീസ് ഉണ്ടല്ലോ പണ്ടത്തെ, അത് കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കുക. പിന്നെ ഇപ്പം ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടില്ല. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പുതിയ ഡ്രസ്സായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ട്രാൻസിഷൻ കാണിച്ചട്ടെ. ടടാ, ഇതാണ് എൻ്റെ ഈദിൻ്റെ ഡ്രസ്സും മേക്കപ്പും. ആക്ച്വലി ഞാൻ റെഡി ആയത് കുറച്ച് ലേറ്റായിട്ടാണ്, ഒരു 6 മണിയായി റെഡി ആയപ്പോൾ. പിന്നെ എന്നിട്ട് ഒരു കേക്ക് കഴിക്കാൻ തോന്നി. ഇപ്പോൾ ഞാൻ കേക്ക് കഴിക്കാൻ വന്നേക്കുവാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഈദ് ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു റമദാൻ മാസം എൻ്റെ ഫാമിലി ഇല്ലാതെ ഞാനിങ്ങനെ എൻ്റെ മുച്ചിരി ഫുഡ് കഴിക്കാതൊക്കെ ഞാൻ ഇങ്ങനെ നടപടിയാവുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാനപ്പോൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും ഒരു കേക്കൊക്കെ കഴിച്ചു വിടാമെന്ന്. പിന്നെ എനിക്ക് കുറേ പേരെടുത്ത് പറഞ്ഞു എൻ്റെ മേക്കപ്പ് കാണാൻ രസമുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ മേക്കപ്പ് ഫ്ലെക്സ് ചെയ്തൊരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനുശേഷം ഫ്രണ്ട്സ് എൻ്റെ കൂടെ കഫേയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഫേയിലാണ് കേക്ക് കഴിക്കാൻ പോയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്ക് ഈ ഗെയിം അറിയത്തില്ല. 3 പേരുണ്ട്, അവൾക്കും അറിയത്തില്ല. ഞങ്ങൾ 3 പേർക്ക് ഇപ്പം കണ്ടാൽ മനസ്സിലാവും. ആക്ച്വലി നമ്മൾ ആ പുള്ള് ചെയ്ത് ആ ബ്രിക്സ് മേളിൽ അടുക്കി അടിച്ച് വെക്കണമായിരുന്നു. അങ്ങനെ എൻ്റെ ഈ വർഷത്തെ പെരുന്നാൾ ഇതോടെ കൂടെ കഴിയാണ്. എനിക്കറിയാം ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് എക്സാംസ് ആയിരുന്നു. എനിക്ക് ഈദിൻ്റെ ഇടയ്ക്ക് കൂടെ എക്സാം ഉണ്ടായിരുന്നു, അതാണ് ഇത്രയും ലേറ്റായത്. ഇനി കുറച്ച് ഈദ് ഫോട്ടോസ് കണ്ടാലോ.